ഭീകര സംഘടന എന്ന് പറയുന്നത് ഭീരുക്കളാണ്. അവർ എപ്പോഴും എന്താണ് പാവങ്ങളെയും സാധാരണക്കാരെയും കൊന്നൊടുക്കിയിട്ടാണ് ഈ പറയുന്ന അവരെ വീര്യം കാണിക്കാറ്. ഒരിക്കലും അവരെന്ത് ചെയ്യില്ല, അവർ വലിയ രീതിയിൽ ശക്തമായി യുദ്ധം ചെയ്തിട്ടല്ല അവർ വിജയിക്കുന്നത്. അവർ ഏത് സമയത്തും ചെയ്യുന്നത് ആരും പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത്, ആരും ചിന്തിക്കാത്ത സ്ഥലത്താണ് അവർ ഭീകരാക്രമണം നടത്താറ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് വലിയ രീതിയിൽ വീഴ്ചയുണ്ടായി എന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ വീഴ്ചയുണ്ടാകുക എന്ന് പറയുന്നത് ഏത് സ്ഥലത്തും എപ്പോഴും സംഭവിച്ചുകൂടെ? പല സ്ഥലങ്ങളും അങ്ങനെയാണല്ലോ സംഭവിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ഒസാമ ബിൻ ലാദനെ പിന്നെ അമേരിക്ക പിടിക്കുന്നത് പാകിസ്ഥാനിൽ നിന്നാണ്. ലോകത്തിന് മുഴുവൻ അറിയാം ഈ ടെററിസം വളർത്തുന്നത് പാകിസ്ഥാനാണെന്ന്. അപ്പോൾ എല്ലാ രാജ്യങ്ങളും ഈ പറയുന്ന ടെററിസം വളർത്തുന്ന സംവിധാനത്തിൽ നിന്ന് പാകിസ്ഥാൻ മാറണമെന്നും നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഇന്ത്യ എന്ന് പറയുന്നത്, ഇന്ത്യക്ക് വീഴ്ച പറ്റി, ഇന്ത്യയുടെ സംവിധാനങ്ങൾക്ക് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭരണ സംവിധാനങ്ങൾക്ക് വീഴ്ച പറ്റി എന്നുള്ളത് ഇന്ത്യയുടെ പ്രതിപക്ഷ പാർട്ടി പറയുക എന്നുള്ളത്. പാകിസ്ഥാൻ ചർച്ച ചെയ്യുന്ന ഇന്ത്യയുടെ അവസ്ഥയാണ്. ഇന്ത്യയിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടി എങ്ങനെയാണ് പെരുമാറുന്നത്, ഇന്ത്യയിലെ കോൺഫിഡൻസ് ആണ്. അപ്പോൾ ആ ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായി അവർക്ക് ചർച്ച ചെയ്യാനുള്ളൊരു ഇടം ഈ ഇന്ത്യയുടെ പ്രതിപക്ഷ പാർട്ടി ഉണ്ടാക്കി എന്നുള്ളത് വളരെ മോശമായി പോയി എന്നുള്ളതാണ് ഞാൻ പറയേണ്ടത്. എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് ഈ പ്രതിപക്ഷ പാർട്ടി നേതാക്കന്മാരെല്ലാം ഒത്തുചേർന്ന്, പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കന്മാർ ഒത്തുചേർന്ന് ശക്തമായ പിന്തുണ ഇനിയും കോൺഗ്രസ് ഇന്ത്യയിലെ പ്രധാനമന്ത്രിക്കും ഇന്ത്യയുടെ ഭരണകൂടത്തിനും കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ നടത്തുന്ന ഇന്ത്യയുടെ പ്രവർത്തനം വളരെ ശ്ലാഘനീയമാണ്. നല്ല രീതിയിൽ തിരിച്ചടിക്കാനുള്ള കഴിവ് ഇന്ത്യൻ സേനയ്ക്കുണ്ട്. നല്ല രീതിയിൽ അവർ തിരിച്ചടിക്കും എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസവും.